ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോഷ്യോളജി പഠിക്കുന്ന ഏവർക്കും പ്രയോജനപ്രദമായ ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അത് മലയാളത്തിൽ ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇരാവതി കർവെ. ഇരാവതി കർവെ ഒരു ശ്രദ്ധേയമായ ഇന്ത്യൻ ആന്ത്രോപോളജിസ്റ്റും സാമൂഹ്യ ശാസ്ത്രജ്ഞയും സാഹിത്യ നിരൂപകയുമായിരുന്നു. ഇരാവതി കർവയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1905 മുതൽ 1970 വരെയായിരുന്നു. മഹാരാഷ്ട്രയിൽ ജനിച്ച കർവെ ഇന്ത്യയിലെ സാമൂഹ്യ ഘടനകളെയും കുടുംബ ബന്ധങ്ങളെയും ആഴത്തിൽ പഠിച്ച് നിരവധി കൃതികൾ രചിച്ചു. വിദ്യാഭ്യാസവും കരിയറും ഇരാവതി കർവെ പൂനെയിലെ ഡക്കൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. 1930 ബെർലിൻ സർവകലാശാലയിൽ നിന്ന് ആന്ത്രോപോളജിയിൽ ഡോക്ടറേറ്റ് നേടി. ഇന്ത്യയിലെ ആദ്യകാല വനിതാ ആന്ത്രോപോളജിസ്റ്റുകളിൽ ഒരാളായ അവർ പൂനെയിലെ ഡക്കൻ കോളേജിൽ ബിരുദാനന്തര പഠന വിഭാഗം സ്ഥാപിച്ചു. ഇരാവതി കർവയുടെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് യുഗാന്ത, ദ എൻഡ് ഓഫ് ദ ഇപ്പോക്ക്. 1967 ഇത് പ്രസിദ്ധീകരിച്ചത്. മഹാഭാരതത്തെ സാമൂഹിക വിമർശനാത്മകമായ സമീപനം കൊണ്ട് വിലയിരുത്തുന്ന ഒരു പഠനമാണ് ഇതിലുള്ളത്. ഇതിൽ മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ മനുഷ്യ സ്വഭാവം, സാമൂഹിക പശ്ചാത്തലം എന്നിവ വിശകലനം ചെയ്യുന്നുണ്ട്. 1968 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മഹാപ്രതിഭയാണ് ഇരാവതി കർവെ. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. MA സോഷ്യോളജി പഠിക്കുന്നവർക്കുമൊക്കെ ഇത് എഴുതാവുന്നതാണ്. ഇത് ശ്രദ്ധയോടെ കേൾക്കാവുന്നതുമാണ്. 1953 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയെ ആന്തരികവും ബാഹ്യവുമായ ദൃഷ്ടികോണിൽ നിന്ന് പഠിച്ച ഗ്രന്ഥമാണ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. മൂന്നാമത്തെ ബുക്കാണ് ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. 1946 ഇത് പ്രസിദ്ധപ്പെടുത്തിയത്. ഇന്ത്യൻ സമൂഹത്തിന്റെ തത്വചിന്താപരമായ പഠനമാണ് ഈ ബുക്കിൽ ഉള്ളത്. നാലാമത്തെയാണ് പരിപൂർത്തി. മഹാരാഷ്ട്രീയ സ്ത്രീ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ കൃതിയാണ് ഇത്. സാമ്പത്തികവും സാംസ്കാരികവും ശാസ്ത്രീയവുമായ സംഭാവനകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ജാതി, കുടുംബഘടന, സ്ത്രീ അവകാശങ്ങൾ, മതപരമായ സാമൂഹിക വ്യവസ്ഥകൾ എന്നിവയെ ആന്തരികമായി വിശകലനം ചെയ്തു. ഇന്ത്യൻ നോവലുകളും പുരാണങ്ങളും ആന്ത്രോപോളജിക്കൽ സമീപനത്തിൽ പഠിച്ചു. ഭാരതീയ സംസ്കാരത്തെ പ്രാദേശികവുമായും ആഗോളവുമായും സംവേദിച്ചു. 1970 അന്തരിച്ച ഇരാവതി കർവെ ഇന്ത്യയിലെ ആധുനിക ആന്ത്രോപോളജിയുടെയും സ്ത്രീ ശാസ്ത്രത്തിൻ്റെയും വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു. ഞാനിതിപ്പം മൂന്നാമത്തെ വീഡിയോയാണ് നമ്മുടെ സോഷ്യോളജിയെ സംബന്ധിച്ചിടുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു.